ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാത്തിരുന്നവരാണെങ്കിൽ യു എസിലെ 7 മാഗ്നിഫിസൻറ്റ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യു എസിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ ഈ 7 മാഗ്നിഫിസൻറ്റ് സ്റ്റോക്കുകൾ, അതായത് ടെസ്ല, ആൽഫബറ്റ്, മെറ്റ, എൻവിഡിയ പോലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഗോൾഡൻ ചാൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സ്റ്റോക്കുകളുടെയൊക്കെ പ്രൈസ് അതിന്റെ 52 വീക്സ് ഹൈ നിന്നും 15 to 55% ഡിക്ലൈൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ടെസ്ല അതിന്റെ 52 വീക്സ് ഹൈ ആയ $487 നിന്നും $220 ഡിക്ലൈൻ ആയിരിക്കുന്നത്, അതായത് ഓൾമോസ്റ്റ് 55% ആണ് ഡിക്ലൈൻ ആയിരിക്കുന്നത്. അതേപോലെ എൻവിഡിയ 147 നിന്നും 106 എന്ന പ്രൈസിലേക്കാണ് ഡ്രോപ്പ് ആയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 25% ഡ്രോപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റ് സ്റ്റോക്കുകളും 15 to 25% കറക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോബി ജോർജ്. വെൽക്കം ടു ജോബ്സ് കോർണർ. ട്രംപിന്റെ ട്രേഡ് താരിഫ് വാറിനെ തുടർന്ന് അമേരിക്ക റിസഷനിലേക്ക് പോയേക്കാം എന്നൊരു ന്യൂസ് വന്നിരുന്നു. ആ ന്യൂസിനെ തുടർന്നാണ് അമേരിക്കൻ മാർക്കറ്റുകളിൽ ഇപ്പോൾ തകർച്ച നേരിടുന്നത്. S&P 500 9% ഡിക്ലൈൻ ആയിരിക്കുന്നത്. 10% ഡിക്ലൈൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യൽ കറക്ഷൻ സോണിലേക്ക് എത്തി എന്നാണ് പറയാറുള്ളത്. 2025 മാർച്ച് 10 മൺഡേ മാത്രം S&P 500 2.7% ഡിക്ലൈൻ ആയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും വലിയ സിംഗിൾ ഡേ ഡിക്ലൈൻ ആണ് മാർച്ച് 10 സംഭവിച്ചിരിക്കുന്നത്. അതേപോലെ നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഓൾമോസ്റ്റ് 10% ഡിക്ലൈൻ ആയിരിക്കുന്നത്. സിംഗിൾ ഡേ മാത്രം 4.7% ഡിക്ലൈൻ ആയിരിക്കുന്നത്. അത് 2022 സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ സിംഗിൾ ഡേ ഡിക്ലൈൻ ആണ്. അതുകൊണ്ട് ഫർദർ കറക്ഷനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ട്രേഡ് താരിഫ് പോളിസി ഇങ്ങനെ പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഫർദർ കറക്ഷനും സാധ്യതകൾ കാണുന്നുണ്ട്. അതേപോലെ അമേരിക്കൻ മാർക്കറ്റ് റിസഷനിലേക്ക് പോകുകയാണെങ്കിൽ വലിയ തകർച്ച തന്നെ നേരിടുന്നതാണ്. പക്ഷേ ഒരു റിസഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ ചുരുക്കമാണ്. ട്രംപ് പോളിസികളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പോളിസികളാണ് വരുന്നത്. അപ്പോൾ ട്രേഡ് വാർ ഒരു നോർമൽ ആകുന്നത് വരെ മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനാണ് സാധ്യത. എങ്കിലും ഇത്രയും മൂല്യമേറിയ സ്റ്റോക്കുകളിൽ ഇങ്ങനെയുള്ള കറക്ഷൻ വരുമ്പോൾ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം എന്തൊക്കെയാണെങ്കിലും സ്റ്റോക്കുകൾ അതിശക്തമായിട്ട് തന്നെ തിരിച്ചു വരുന്നതാണ്. ഇത് ഈ സ്റ്റോക്കുകൾക്കുള്ള റെക്കമെൻഡേഷൻ അല്ല. എങ്കിലും ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് എങ്ങനെ വൈസായിട്ട് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് എപ്പിസോഡ് 87 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കുക. ഈ 7 മാഗ്നിഫിസൻറ്റ് സ്റ്റോക്കുകളിൽ മാത്രമല്ല മറ്റ് സ്റ്റോക്കുകളിലും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പോലുള്ള സ്റ്റോക്കുകളൊക്കെ നല്ല ഫെയർ വാല്യൂ തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് വൈസായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കുന്നത് ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.